പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 14 തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കിക്കേ, ഇത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി, എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. ഇന്നലത്തെ നമ്മുടെ സഭായോഗം ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് നമുക്ക് ആരംഭത്തിൽ തന്നെ സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. സഭായോഗം ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർത്ത ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്നലെ ഹല്ലേലൂയ പകൽക്കാലം മുഴുവൻ നമ്മളെ അത്ഭുതകരമായി നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പകൽക്കാലം ആമേൻ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഉണർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അപ്പ ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിച്ച് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. നാം സന്തോഷിക്കുക, നാം ആനന്ദിക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മുടെ സ്തുതികളുടെ മേൽ വാസം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ നാം സ്തുതിക്കുമ്പോൾ കർത്താവ് തൻ്റെ സിംഹാസനത്തെ നമ്മുടെ നടുവിലേക്ക് ഇറക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടോ നിങ്ങൾ എവിടെ നിന്ന് കേൾക്കുന്നു അവിടെ നിന്നുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി പറഞ്ഞാട്ട്, കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് തിരിഞ്ഞു നോക്കുകയും പോയ ഒരാഴ്ചക്കാലം കർത്താവ് അത്ഭുതകരമായി നടത്തിയില്ലേ? ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നില്ലേ? അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒഴിവാക്കി തന്നില്ലേ? ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം പറ. കർത്താവിൻ്റെ കരുണയെ ഓർത്ത് സ്തോത്രം പറ. ആ സ്നേഹത്തെ ഓർത്ത് സ്തോത്രം പറ. അവൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാർ കർത്താവിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും കർത്താവ് അവരെ വിടുവിക്കുകയും ചെയ്തു. നമുക്കും ഈ പ്രഭാതത്തിൽ കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് ഏത് വിഷയത്തിൽ നമ്മളെ വിടുവിക്കുവാൻ മതിയായവന്, ഏത് പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ ഈ കർത്താവ് മതിയായവന്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവ് തന്നിൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കും. ഇന്ന് പ്രഭാതത്തിൽ ആ കർത്താവിൽ ആശ്രയിച്ചാട്ടെ. ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു ആ വിഷയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറ, കർത്താവേ അങ്ങനെ വിടുവിപ്പാൻ മതിയായവന ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങനെ രക്ഷിപ്പാൻ മതിയായവന ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങനെ സൗഖ്യമാക്കുവാൻ മതിയായവന ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങനെ പറഞ്ഞത് കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. പൂർവ്വപിതാക്കന്മാർ കർത്താവെങ്കിൽ ആശ്രയിച്ചപ്പോൾ കർത്താവ് അവരെ വിടുവിച്ചു. നമ്മൾ വേദോസം പഠിക്കുമ്പോൾ വേദോസത്തിൽ കർത്താവിനെ ആശ്രയിച്ചവരെ കർത്താവ് വിടുവിച്ചു. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ആ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയുന്നു കർത്താവിൽ ആരൊക്കെ ആശ്രയിച്ചു അവരെല്ലാം കർത്താവ് വിടുവിച്ചെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്കും സ്തോത്രം ചെയ്യാം. കർത്താവിൽ ആശ്രയിക്കുന്ന നമ്മളെ കർത്താവ് വിടുവിക്കുക തന്നെ ചെയ്യും. സന്തോഷത്തോടെ കൈകൾ ഉയർത്തി പറ, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവെ അങ്ങനെ വിടുവിക്കുന്നതിനായി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് പറഞ്ഞ് അങ്ങ് വിളിച്ചപേക്ഷിക്കുക, അങ്ങ് ഉത്തരമരലാമെന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ പ്രഭാതത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും അവരുടെ മുമ്പിലുള്ള എല്ലാ ചലഞ്ചസിൻ്റെ മേലും യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കട്ടെ. ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവിക അത്ഭുതങ്ങൾ നടക്കട്ടെ. രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോട്ടെ. രോഗത്തിൻ്റെ അവസ്ഥകൾ പൂർണ്ണമായിട്ട് മാറിപ്പോട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ അസ്ഥി സംബന്ധമായ സകല രോഗങ്ങളും പെട്ടെന്ന് അസ്ഥി ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബോൺ ക്യാൻസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്കിൻ ക്യാൻസറുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ബാക്ക് ബോണുകളുടെ പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ.
കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. ബ്ലഡ് പ്രഷർ യേശുവിൻ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ നാമത്തിൽ നോർമലാകട്ടെ. കൊളസ്ട്രോൾ ലെവലുകൾ, തൈറോയിഡിൻ്റെ അളവുകളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നോർമലായിത്തീരട്ടെ, ആരോഗ്യമുള്ളവരായിത്തീരട്ടെ. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. കർത്താവെ, ജോലി സ്ഥലത്ത് ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്നതിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, മറ്റെല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകണം. എല്ലാവരുടെ മേലും ദൈവിക കൃപ വ്യാപരിച്ച് അവരെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും വലിയ സമാധാനവും അവരോടൊപ്പം ഉണ്ടാകുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി അടുത്ത മീറ്റിംഗ് ഉള്ളത് തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുക്കുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഒരു സ്വർഗീയ ജ്ഞാനത്തെ നമുക്ക് കൈമാറുന്നു. ഇതൊരു ഡിവൈൻ വിസ്ഡമാണ്. വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു, വേദപുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് പറയും. അതായത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് വേദപുസ്തകം പറഞ്ഞു തരുന്നുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സഹോദരന്മാരെ, ഏതു മനുഷ്യനും കേൾപ്പാൻ എന്ത് വേണം? വേഗത വേണം. ആര് പറഞ്ഞാലും അത് കേൾക്കണം. നമ്മൾ ഭർത്താവ് പറഞ്ഞാൽ അത് കേൾക്കണം, ഭാര്യ പറഞ്ഞാൽ കേൾക്കണം. അതുപോലെ പ്രിയപ്പെട്ടവർ പറയും, നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. പക്ഷെ പറയുവാൻ അവിടെ എന്ത് വേണം? താമസം വേണം. വളരെ പെട്ടെന്ന് കയറി മറുപടി പറയരുത്. ആമേൻ. വളരെ പെട്ടെന്ന് കയറി മറുപടി പറയാൻ പാടില്ല. പെട്ടെന്ന് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപത്തിന് അല്ലെങ്കിൽ നമുക്കുള്ളിൽ വന്ന ദേഷ്യത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നതിന് കാരണമായിത്തീരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മറുപടി പറയാൻ പാടില്ല. ഇനിയും അതിൻ്റെ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിൽ ജീവിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കൃപകൾ നഷ്ടപ്പെടുന്നതായ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ദോഷമായ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നു. ഇവിടെ പറയുന്നു, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ എന്ത് ചെയ്യണം? വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചോളും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോസ്തലൻ സഭയോട് പറയുക, നമ്മൾ ഈ ഭൂമി, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പ്ലാനുകൾ വലുതാ, ദൈവിക വാഗ്ദത്തങ്ങൾ വലുതാ. കർത്താവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്വമാണ് നമ്മളെ സ്വർഗത്തിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടും. കർത്താവിനോടുകൂടെ യുഗായുഗങ്ങൾ വാസം ചെയ്യുവാനുള്ളവര്, നമ്മൾ നിത്യതയിൽ നമ്മുടെ ജീവിതം കഴിയാനുള്ളവര്. അപ്പം നമുക്ക് ആ ഒരു വലിയ വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുക. അതുകൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിലുള്ള ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ യേശു ക്രിസ്തുവിൽ നമ്മൾ അവകാശികളായിരിക്കും. അപ്പോൾ വാഗ്ദത്തം നമ്മുടെ അവകാശങ്ങളായതുകൊണ്ട്, യേശു ക്രിസ്തുവിലുള്ള അനുഗ്രഹം നമ്മുടേതായതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ജീവിക്കണം. പാപത്തെ വെടിഞ്ഞു വേണം ജീവിപ്പാൻ. പാപത്തെ ഒരിക്കലും ആലിംഗനം ചെയ്യാൻ പോകരുത്. ഏത് മനുഷ്യനോട് സംസാരിക്കുമ്പോഴും വിവേകത്തോടെ സംസാരിക്കണം. നമ്മൾ സംസാരിക്കുന്ന വാക്കുകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഭാവിയിൽ വളരെ ദോഷങ്ങൾ, ദൂരവ്യാപകമായ വിഷയങ്ങൾ ഉണ്ടാക്കും. അപ്പം ഏത് മനുഷ്യനോട് സംസാരിക്കുമ്പോഴും കൃത്യതയോടെ സംസാരിക്കാൻ പഠിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സംസാരിക്കാൻ പഠിക്കണം. ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കണം. സമയമെടുത്തിട്ട് പ്രതികരിക്കണം. ഒരിക്കലും ചാടിക്കേറി പ്രതികരിക്കരുത്. ഇവിടെ പറഞ്ഞത്, അതുകൊണ്ട് നമ്മെ തന്നെ വെടിപ്പാക്കണം, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. അപ്പോൾ ജീവിത വിശുദ്ധി, എല്ലാ തരത്തിലുമുള്ള ജീവിത വിശുദ്ധി, അതിനകത്തൊരു പ്രധാന ഘടകമാണ് നമ്മുടെ നാവ്. അപ്പോൾ അത് നാവ് വിശുദ്ധമായിരിക്കണം, നമ്മുടെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം, നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ കർത്താവ് എങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചോ, അല്ലെങ്കിൽ കർത്താവ് എങ്ങനെ വിശുദ്ധനായിരിക്കുന്നു, അതുപോലെ നമ്മളും വിശുദ്ധരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. ജീവിത വിശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എവിടെയാണെങ്കിലും വിശ്വസ്തരായിരിക്കണം. കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല, അവിശ്വസ്തത കാണിക്കാൻ പാടില്ല. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അനീതിയായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നീതിയോടുള്ള ഇടപെടലുകളായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ജയാളികളായിത്തീരും.
അതുകൊണ്ട് വിശുദ്ധി തികച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കണമെന്ന് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും ഉണ്ടാകണം. പ്രതികരിക്കരുത്, ചാടിക്കേറി പ്രതികരിക്കരുത്. ഇവിടെ പറയുന്നു, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ഈ വാഗ്ദത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും നീക്കി. അപ്പം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന വചനത്തിൽ നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും നമ്മൾ ക്രമീകരിക്കാനുണ്ടോ, നമ്മൾ ശുദ്ധീകരിക്കാനുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി ക്രമീകരിക്കേണ്ട കാര്യങ്ങളെ ക്രമീകരിച്ച് മാറ്റേണ്ടതിനെ മാറ്റി തിരുത്തേണ്ടതിനെ തിരുത്തി ജീവിത വിശുദ്ധിയോടെ ജീവിപ്പാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ ദിവസങ്ങളിൽ വിശുദ്ധിയെ തികച്ച് ജീവിപ്പാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.